കേസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത് ഇത്രയൊക്കെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വെയിറ്റ് ചെയ്തു പുറത്തിറങ്ങിയ ഇടിയാണ് ചാനെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതൊക്കെയാണ് ഇത്. നമ്മളൊരു വീട് പണിത് ബ്യൂട്ടിഫുള്ളായ വീട് പണിത്. കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തത് ഫാം പണിതു. ഇതേ കിടക്കും നമ്മുടെ ഫാം. ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് ഗ്രൈൻഡൊന്നും ചെയ്തില്ല. അതെ ഷീപ്പിനെയാണല്ലേ. ഇതിനെ ഇവിടെ എത്തിക്കുക. ഇത് ഭയങ്കര ഏറെയായിരുന്നു സ്പോണാൻ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആദ്യം ഒന്നും നോക്കിയിട്ടിവിടെ ഞാൻ സ്പോണായതുപോലെ ഓർക്കണില്ല. അപ്പോൾ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ നമ്മുടെ ഇവിടെ സ്പോണായിരിക്കുന്നത് ഇവൻ കുട്ടപ്പൻ കണ്ടായി അടിക്കണ്ട സ്പോണായേക്കാണ്. പിന്നെ ഒന്നും നോക്കിയില്ല. അവനെ അവിടെ വീറ്റ് ഉണ്ടായിരുന്നില്ല. അതെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ലീഡ് ഞാൻ എടുത്തില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം. ഈ സൈഡ് ഇച്ചിരി വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് ഇച്ചിരി വൃത്തിയാക്കിയിട്ട് ഇവിടെ നമുക്കൊരു ഇവിടെ ഇട്ട് നമുക്കൊരു സ്റ്റോറേജ് സെറ്റപ്പ് പണിയാനാണ്. അപ്പോൾ ഇപ്പം നമുക്ക് സ്റ്റോറേജ് സെറ്റപ്പ് സത്യം പറഞ്ഞാൽ ചെറിയ ആവശ്യമുണ്ടെങ്കിലും അത്ര ആവശ്യമൊന്നുമില്ല. പിന്നെ പുതിയ ടെക്സ്ചർ പാക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കണ്ട ലെയറൊക്കെ ഉണ്ട് കണ്ട. അത് ഈ സീഡിൽ സൂം ചെയ്ത് കാണിച്ചിട്ട് കണ്ട. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതിന് മുമ്പേ ഞാൻ എൻ്റെ ഇതൊന്ന് കേസ്. അപ്പോൾ നമുക്ക് പണി ചെയ്ത് തുടങ്ങാം. അതിന് പണി ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ വൃത്തിയാക്കണതിന് സ്റ്റോൺ വേണം കേസ്. ഞാൻ ഇന്നാളെ ഞാൻ മൈനിങ്ങിന് പോയപ്പോൾ അയണൊക്കെ കിട്ടി. പക്ഷേ അതൊന്നും ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഷവലുണ്ടാക്കണം. സ്റ്റോണില്ല ഗൈസ്. സ്റ്റോൺ എവിടെ പോയെന്ന് അറിഞ്ഞു. നേരത്തൊക്കെ ഇത് വെച്ച് മൈൻ ചെയ്ത് നമുക്ക് സ്റ്റോൺ എടുക്കാം. പുറകെ ഇച്ചിരി സ്റ്റോണുണ്ട്. ഇത് മൈൻ ചെയ്യാം. പിന്നെ ഇവിടെ ഏറെ സ്റ്റോൺ ഇച്ചിരി കൂടി ഇവിടുന്ന് മൈൻ ചെയ്യാം. ഈ മൈൻ ചെയ്യുന്ന സമയം കൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്തേക്കുക. 100 അടുത്ത് വരാൻ പോണ ഇച്ചിരി സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് 100 സിമ്പിളാണ് ഈസ്. എൺപത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ എത്രയോ 21 സബും കൂടി മതി 100 അടിക്കാൻ വേണ്ടി. 80 അടിക്കുക നിങ്ങൾ. എന്നിട്ട് നമുക്ക് പിന്നെ ടാർഗറ്റ് 100 ആക്കാം. നിങ്ങളിപ്പോൾ 80 അടിക്കുക. ഒരു സബും കൂടി മതി. അതൊക്കെ നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഗീസ്. ആദ്യം തന്നെ ഈ പിക്കാക്സ് ഇവിടെ വെക്കാം. ഫുഡൊക്കെ ഇവിടെ അത്യാവശ്യത്തിനുണ്ട്. ആ വീറ്റ് വെച്ച് ബ്രെഡ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ആദ്യം തന്നെ ചെറി ബ്ലോസത്തിൻ്റെ വരവ്. ഇത് ഞാൻ ഒരു മോഡ് കയറ്റി നോക്കിയപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ വെട്ടി വെച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം തന്നെ അത് പ്ലാങ്ക് ആക്കിയിട്ട് ഒരു സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് അതിനൊരു ഇതുണ്ടാക്കുക. അത് കഴിഞ്ഞൊരു ഷവലാണ്. ഈ ഷവല് കൊണ്ടാണ് നമ്മളെ ഇന്നത്തെ പണി. ഞാൻ അങ്ങോട്ടാണ് കോരിക്കളയാൻ പോണത്. അപ്പോൾ ഞാൻ കോരിയിട്ട് കാണിച്ചു തരാം. ഫൈനലി നമ്മൾ ഇവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബിൽഡിങ് പ്രോസസ്സാണുള്ളത്. അതിനു വേണ്ടി നമുക്ക് മരം കട്ട് ചെയ്യാൻ പോകണം. അതിന് വേണ്ടി നമുക്ക് സോറി ആക്സ് ഉണ്ടാക്കണം. അതിന് മുമ്പ് ഞാൻ കിടന്ന് ഉറങ്ങണം. എനിക്ക് നല്ല വൈബിളത്തേക്ക് കിടക്കാൻ നമുക്ക് രാവിലെ ഇപ്പോൾ 3
സ്ലീപ്പ് ത്രൂ ദ നൈറ്റ്. ഇതായിരുന്നു നമുക്ക് അവിടം വരെ നമ്മളെ മെയിൻ സ്ഥലം എന്താണെന്ന് വെച്ചാൽ അത് അവിടം വരെ നമുക്ക് വെട്ടാൻ പോകണം. പോയിട്ട് വരാം. പണ്ടത്തെ പോലെ നമുക്ക് ക്രീപ്പറിനൊന്നും ഇപ്പോൾ പേടിയില്ല. സൗൾ ക്രീപ്പർ, ചാർജർ ക്രീപ്പർ ഇപ്പോൾ വരാറില്ല. എനിക്ക് എപ്പോഴും സൗൾ ക്രീപ്പർ എന്നേ വായി വരുള്ളൂ. ഇതാണ് സാധാ മരം വെച്ച് പണിയാൻ നിന്നാൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് വുഡിന് വേണ്ടി നമുക്ക് സ്ട്രക്ചർ വേണമെങ്കിൽ നമുക്ക് സാധാ മരം വെച്ച് പണിയാം. നമുക്ക് അല്ലാതെ പ്ലാങ്ക്സ് നമുക്ക് ഈ മരം വേണം. കട്ട് ചെയ്യണ സമയം കൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും പറയാൻ പറഞ്ഞതാണ്. ഈ വീഡിയോ തന്നെ ഒരു 10-20 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യാൻ. എങ്കിലും ചെയ്യുക, നിങ്ങൾ ചെയ്യുക മാക്സിമം. അങ്ങോട്ടൊക്കെ പോയി മരം വെട്ടണമെന്നുണ്ട്. കണ്ട നമ്മുടെ വീടപ്പോൾ ഒരു പുകയിട്ടേ കാണാൻ പറ്റുള്ളൂ. കണ്ട അവിടെയാണ് നമ്മുടെ വീട്. നമ്മുടെ ചങ്ക് പോലും ലോഡ് ആവണില്ല. അല്ല, റെൻഡർ ഡിസ്റ്റൻസ് അത്യാവശ്യം കൂട്ടി വെച്ചൊക്കെയാണ്. ലാഗ് എന്നിട്ടും എനിക്കില്ല ഗൈസ്. പണ്ടൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ലാഗ് ഉണ്ടായിരുന്നു. ഇപ്പം അടിക്കണില്ല. എന്താണെന്ന് അറിഞ്ഞൂടെ, അടിക്കാത്തത് സന്തോഷമേ ഉള്ളൂ ഗൈസ്. കാരണം പണ്ടത്തെ പോലെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പണിയാകും. ഇവിടെ മരം ഫുള്ളും വെട്ടാം. സ്ട്രക്ചറിന് മരം വേണം. മരം വെട്ടണം മാക്സിമം. ഇതാണ് നമ്മൾ സ്ട്രക്ചറിൻ്റെ മരം, സാധാ മരം. ഞാൻ കണ്ടില്ല, പറഞ്ഞില്ല എന്നൊന്നും വേണ്ട. ആ മരം ഫുള്ളും ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. വീട് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അവിടം വരെയും പോകണം. നടക്കണം, എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് ലെങ്ത്ത് ഇല്ല. നമ്മുടെ പഴയ വീഡിയോ പോലെ ലെങ്ത്ത് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ലെങ്ത്ത് വേണ്ടതുകൊണ്ടാണ്, ഇത്രയൊക്കെ മതി. നമ്മൾ ഷോർട്ടായിട്ട് വേണം ഓരോ വീഡിയോ ഇടാൻ. അങ്ങനെ ഉള്ളത് കൊണ്ടാണ്. ഈ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ ഗോള് അതൊക്കെയാണ്. എന്താ വെച്ചാൽ കുറച്ച് സമയം വേണം നമ്മൾ വീഡിയോ ഇടാൻ. ഓഫ് ക്യാമറയിൽ ഞാൻ ക്ലീൻ ചെയ്യും. പക്ഷേ നമ്മുടെ വീഡിയോ ഇടുമ്പോൾ ഒരു 13 മിനിറ്റ്, 15 മിനിറ്റ്, 20, 30, 20, 25 താഴെ ഇരിക്കണം. അങ്ങനത്തെ ഒരു ഇതിലാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ട്രക്ചർ പണിയാൻ വേണ്ടി വുഡ് വേണം. സ്ട്രക്ചർ പണിയാണ് വുഡ് അവിടെയും കൂടിയുണ്ട്. അത് ഇച്ചിരി അടുത്തായതുകൊണ്ട് നമുക്ക് അവിടെ പോയി എടുക്കാം. അപ്പോൾ ചെറിയൊരു ഇതാണ് പണിയാൻ ഉദ്ദേശിക്കണം. 1, 2, 3, 4 ചെറിയൊരിതാണ്. ഇവിടം വരെ പണിതാൽ മതിയല്ലേ. 1, 2, 3, 4 വേറെ ഡിസൈനാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡിസൈനല്ല ഇത് ഹൈലി നമ്മൾ കണ്ടുപിടിച്ച ഡിസൈൻ. വുഡ് തയ്ക്കാതെ വരും. ഗൈസ്, ഇനി അവിടം വരെ പോകണം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അയനെടുത്തത് അങ്ങോട്ട് ഒരു സ്ഥലമുണ്ട് ഗൈസ്. അവിടെ 1-2 അയൺ കിട്ടി. അത് കഴിഞ്ഞ് താഴത്തായിട്ട് കുഴിച്ച് പോയപ്പോൾ ഒരു വലിയ കേവിലെത്തി. ഒരു വലിയ കേവുണ്ട് ഗൈസ് ഈ മലയുടെ അവിടെയായിട്ട്. ആ കേവ് ഒരു ദിവസം നമുക്ക് പോയിട്ട് ഫുള്ള് നമുക്ക് കവർ ചെയ്ത് എടുത്തിട്ട് വരാം. അന്ന് എൻ്റെ ടോർച്ചൊന്നും ഇല്ലായിരുന്നു. അത് ആദ്യത്തെ കാര്യം. അവിടെ കുറേ മോബ്സ് ഉണ്ട് ഗൈസ്. അവരുടെ ആയിട്ടൊന്നും നമുക്ക് ഒറ്റക്ക് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല. അവരൊക്കെ അത്രയും പവർഫുള്ളാണ്. ക്രീപ്പറുണ്ട്. സ്കെൽട്ടൻ ദൂരെ നിന്ന് അടിക്കും. ക്രീപ്പർ നമ്മുടെ ഷോർട്ട് റേഞ്ചിൽ വന്ന് നമ്മളെ കൊല്ലും ഗൈസ്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓടാന്ന് ഓർത്ത് കഴിഞ്ഞാൽ സ്കെൽട്ടൻ നമ്മളെ എങ്ങോട്ടെങ്കിലും തള്ളിയിടും. പിന്നെ ബ്ലോക്ക് ഇട്ട് നിൽക്കാമെന്ന് പറഞ്ഞാലും പണിയാണ്. ഇച്ചിരി നേരം ഞാൻ സർവൈവ് ചെയ്ത് പിന്നെ ഓക്കെ ഇച്ചിരി മരം വെട്ടി. 1, 2, 3, 4 അതിന് നേരെ വെക്കണം.
ഒരെണ്ണം കൂടി വേണമല്ലോ ഗൈസ്, ഒരു മരം കൂടി. കണ്ടോ, അതിന് മരം കൂടി വേണ്ടി വരും നമുക്ക്. അപ്പോൾ ഒരു മരം നമുക്ക് എവിടെ നിന്ന് ഒപ്പിക്കും ഗൈസ്? നമ്മൾ അവിടെയൊക്കെ അക്കാഷിയാണ്. പിന്നെ അവിടെ ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇവിടെ അടുത്തായിട്ട് അത് നമ്മുടെ വേറെ മരമാണ്, ഈ മരം തന്നെയാണത്. നമ്മുടെ ചെറി ബ്ലോസം മരമാണ്. വേറെ ഫുഡൊന്നും ഇല്ല, അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം മാക്സിമം. അവിടെ പോയി വെട്ടുന്നതിനേക്കാളും നല്ലത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കേസ് നമ്മൾ. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഇപ്പോൾ വേണ്ട, അങ്ങനെയെങ്കിലും നോക്കാം കേസ്. ഒരുപാട് കാര്യങ്ങൾ പണിയാനുണ്ട്. ഇതിൻ്റെ റൂഫ് നമ്മൾ മറ്റേ വേറെ നമ്മുടെ അതുപോലത്തെ റൂഫ് തന്നെയാണ് പണിയാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലത്തെയാണ്, ഏകദേശം അതേപോലത്തെ റൂഫാണ്. പിന്നെ പയ്യെ പറയാമേ. ഒരു ഡിസൈൻ ഇല്ലാതെ വഴിയാണ്, ഞാൻ പണിതിട്ട് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ ക്രീപ്പർ ഒന്ന് പൊട്ടി ഗൈസ്, അത് ഞാൻ റിപ്പയർ ചെയ്യും ഉറപ്പാണ്. ബട്ട് നമ്മുടെ ഇത് ഞാൻ എന്തായാലും അത് ഞാൻ റിപ്പയർ ചെയ്തെടുക്കും ഗൈസ്. അതിന് മുമ്പ് നമുക്ക് ഇത് റെഡിയാക്കണം. ഇത് റെഡിയാക്കിയിട്ടെങ്കിൽ പണിയാണ്. ഇത് റെഡിയാക്കിയിട്ട് ഞാൻ ഓഫ് ക്യാമറ ഇരുന്നത് എന്തെങ്കിലും ചെയ്യാം ഗൈസ്, അതായത് നടക്കുള്ളൂ. പക്ഷെ അത് ഞാൻ കണ്ടില്ല ക്രീപ്പർ വന്ന്. കള്ള ക്രീപ്പറിനൊക്കെ ബാൻ ചെയ്യണം ഗൈസ് ഈ മൈൻക്രാഫ്റ്റിൽ നിന്ന്. അത് ഉണ്ടാക്കാൻ വന്ന സമയത്ത് കയറിയതാ, ആ സീനില്ല. ഉള്ള ലൂട്ടൊക്കെ നമ്മുടെ ഈ കയറിയ ഗൈസ് എന്തായാലും. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, എത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കണം പണി. പെട്ടെന്ന് പോട്ടെ. പണി എത്ര പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം വീഡിയോ. ഓക്കെ, തീർന്നു ഗൈസ്. കൺട്രോൾ ഹൈഡ് ചെയ്ത് വെക്കണ കാരണം സമയത്തിന് പൊട്ടിയായിട്ട് ഈ സാധനം. 1 2 പെട്ടെന്ന് എൻ്റെ വീട് ഇങ്ങനെ വെച്ചേക്കാം. ഓക്കെ, മെയ് ഉള്ള വുഡ് വെച്ച് വുഡൊക്കെ എടുക്കട്ടെ. പെട്ടെന്ന് ഉള്ള വുഡ് വെച്ച് അത് ഫുള്ളും പ്രാങ്ക് ആക്കാം.
പക്ഷേ ഇത് ഞാൻ എങ്ങോട്ടാ പോണ മറന്നുപോയി. ഒരു ജസ്റ്റ് ഉണ്ടാക്കാനാണ് ഞാൻ വന്നത്. ജസ്റ്റിൻ്റെ ഇവിടെ ഓക്കെ. രണ്ട് ഇച്ചിരി കൂടി 1 2 ഒരു ജസ്റ്റും കൂടി ഉണ്ടാക്കാൻ പറ്റിയല്ലേ. 4 കറക്റ്റായി. വാ. പുറത്തേക്ക് തരാൻ മതി. നമ്മളെ സ്റ്റോറേജ് റൂം കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഇത് ഫുള്ളും കളയാൻ പൊട്ടിച്ച്. ഓക്കെ, സെറ്റ്. ബാക്കിയെല്ലാം ഞാൻ അടുത്ത വീഡിയോ ചെയ്യും ഗൈസ്. ഫ്ലോറൊക്കെ ഞാൻ ഡിസൈൻ ചെയ്യാം. ഇപ്പം സമയമില്ലാത്തതുകൊണ്ടാണ് തൽക്കാലത്തേക്ക്. നമ്മുടെ സ്റ്റോറേജ് റൂമിൽ ഫസ്റ്റ് ഉള്ളിക്കടന്ന് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഓളെന്ന് ഓപ്ഷൻ ഇടുക. ഇതിന് നല്ല വീഡിയോസായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. പിന്നെ ഞാൻ വേറെ പേഴ്സണായിട്ട് ഔട്ടർ പറയാത്തത്, ഈ മോഡിട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റിയല്ല. ഞാൻ ഇച്ചിരി മുമ്പെടുത്താണ് ഇൻട്രോ. അപ്പോൾ ബൈ, സമയമില്ലാത്തതുകൊണ്ടാണ്. ബൈ, ശരി. അപ്പം ബൈ.